ഹായ് ഡേ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എന്തെല്ലാവരും പരിപാടിയും. അപ്പോൾ നമുക്ക് എന്നത്തെ ദിവസം പോലെ തന്നെ കേട്ടോ ഇന്നും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അത്യാവശ്യം കുറച്ച് പണികൾ തീർത്ത് ചായക്ക് കടി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ദോശയും അതുപോലെ തന്നെ അതിലോട്ട് മീൻകറി ഉണ്ടായിരുന്നിട്ട് ഇന്നലത്തെ അതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് നമുക്കിവിടെ എല്ലാ പ്രാവശ്യം വരുന്ന മാതിരി ഇപ്രാവശ്യം നമ്മളെ കുഞ്ഞിക്കിളികൾ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജനലിൻ്റെ കർട്ടനിൽ കൂടൊക്കെ വെച്ച് ആൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അതിനെ ഒന്ന് ഫുഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളം കൊടുത്തു, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ബ്രെഡും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അധികം കൊടുക്കുന്നത് മണ്ണിരനെയാണ് കേട്ടോ. അപ്പോൾ അത് അതിന് ഭയങ്കര പേടിയാണ്. ജനലിൻ്റെ കർട്ടൻ്റെ കമ്പിയിലാട്ടോ കൂടുണ്ടാക്കി വെച്ചത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികളൊക്കായി 2 കുട്ടികളൊക്കായി പറക്കാറായപ്പോഴാണ് കേട്ടോ അവർ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് അതൊക്കെ തൂത്ത് കഴിഞ്ഞതിന് ശേഷം കറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങാക്ക പച്ചമാങ്ങ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് മൺചട്ടിയൊക്കെ വെച്ച് ഉള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മുരിങ്ങാക്കായും അതുപോലെ തക്കാളി മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങാക്കായൊക്കെ നല്ലോണം വെന്ത് തിളച്ചിട്ടുണ്ട്. പിന്നെ അതിലൂടെ തേങ്ങയും കൂടെ അരച്ച് ചേർത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളി വന്നത് കേട്ടോ. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് കൊട്ടുക്കരയാണ് കേട്ടോ. അപ്പോൾ കൊട്ടുക്കര സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പം വെയിലടിച്ച ഭയങ്കര വെയിലല്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അങ്ങനെ നമ്മളെ കൊറിയറും കാര്യങ്ങളൊക്കെ വാങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ APS എന്ന് പറഞ്ഞിട്ട് ഡെയിലി എക്സ്പ്രസ് ആണ് കേട്ടോ. അവിടെ നിന്നായിരുന്നു നമ്മൾ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. ഇനി നമുക്ക് അങ്ങാടിയിലെത്തിയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കൊണ്ടോട്ടി അങ്ങാട് എത്താറായിട്ടുണ്ടോ. ന്യൂ ഇയർ ആയിട്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് നമുക്കും ഈ വർഷം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി പഠിച്ചവൻ എന്തൊക്കെയാണോ വിധിച്ചത് അതുപോലെ വരും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കേക്ക് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏത് കേക്കാണ് വേണ്ടത് എന്നൊക്കെ നോക്കി നമ്മൾ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 kg വൈറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും കേക്ക് വാങ്ങുന്നത് ഇവിടെ നിന്നിട്ടാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലോട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് സോയാബീനായിരുന്നു. അപ്പോൾ സോയാബീനെ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്ത് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിലോട്ട് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇനി നമുക്ക് സോയാബീനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സോയാബീൻ വഴറ്റിയതും അതുപോലെ മുരിങ്ങാക്കായ തേങ്ങ അരച്ച് കറി വെച്ചതും പിന്നെ അതുപോലെ മോൾക്ക് സ്കൂൾക്കും വേണ്ടിയിട്ട് നമ്മളെ മമ്പയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും സാധനങ്ങളാണ് ഇന്നുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പപ്പടം പൊരിച്ച് അച്ചാറും എടുത്തിട്ട് നമ്മൾ ചോറുണ്ണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.